ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊന്ന് പുറത്തു പോവാണ്. എൻ്റെ റൂംമേറ്റ് ഒന്ന് പോവുക, ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ആളെ ഒന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വിടണം. അതാണ് മെയിൻ ഗോൾ. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ വേഗം റെഡിയായി പെട്ടിയും കിടക്കൊക്കെ റെഡിയാക്കി ആളെ റെഡിയാക്കി ക്യാബും വിളിച്ചിങ്ങി പോകുന്നു. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് റെയിൽവേ സ്റ്റേഷനിൽ. ട്രെയിൻ ഒരു 50 മിനിറ്റ്സ് ലേറ്റ് ആണ്. പിന്നെ ഇന്ന് ഇവിടെ ഇച്ചിരി തണുപ്പുണ്ട്. തണുപ്പെന്ന് വെച്ചാൽ സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്കിത് പറ്റില്ല. എനിക്ക് തണുപ്പേ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് തന്നെ ഇടും. കണ്ടില്ല, ഞാൻ തലയിൽ തൊപ്പിയൊക്കെ ഇട്ട് രൂപക്കൂട്ടിലിരിക്കണ പോലെ എനിക്കിത് നടക്കുകയുള്ളൂ. ഞാനും തണുപ്പുന്നുള്ളത് തീരെ ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ തെലുങ്കാന ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്, അങ്ങനെ തെലുങ്കാന ചേട്ടനെ ഒരു ഫ്രണ്ടിനെ കണ്ട് അങ്ങനെ പുള്ളിക്കാരനോട് സംസാരിച്ചു. പുള്ളി ഭയങ്കര ഹാപ്പി. നാട്ടുകാരനെ കാണുമ്പോൾ ഒരു ഹാപ്പി ഇല്ലേ, അത് അങ്ങനെ ആള് പോയി. ഞങ്ങളുടെ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ബദ്രങ്കയിലേക്ക് പോകണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞങ്ങളും കൂടെ നടക്കുവാണ്. ഇത് ഇവിടുത്തെ സിഗ്നലാണ്. വണ്ടി വന്നാലും വന്നില്ലെങ്കിലും സീബ്ര ലൈനിൽ കൂടി മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ചില സ്ഥലത്ത് സിഗ്നലും ഉണ്ടാവും. അപ്പോൾ ഗ്രീൻ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ തോന്നി വലിയ കോളനിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് വരാനിരിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. എനിക്ക് 2 പ്രാവശ്യം കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അനുഭവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് റൂൾസൊക്കെ ഫോളോ ചെയ്യണമെന്ന്. ഇതാണ് ബജ്രംഗ. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് മേടിക്കാറ്. കാരണം ഇന്ത്യൻ സ്റ്റോറൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. അത്ര വലിയ റേറ്റും ഇല്ല. ഇടയ്ക്ക് ഓഫറൊക്കെ ഉണ്ടാവും. ലേഡീസ് ഐറ്റംസും കോസ്മെറ്റിക്സും എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇന്നാണെങ്കിൽ ഇവിടെ ഇന്ന് തിരക്കുണ്ട്. നാളെ ഹോളിഡേ അല്ലേ, സൺഡേ ഹോളിഡേ ആണ് ഇവിടെ. അപ്പോൾ ഇന്ന് തകർത്ത് ഷോപ്പിംഗ് ആയിരിക്കും എല്ലാവരും. പിന്നെ ഇവിടെ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ചില ഡേയ്സിലൊക്കെ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട്. നമുക്ക് ഇതേ ഇവിടെ ഈ സ്കാനറുണ്ട്. ഇതിൽ നമുക്ക് എല്ലാത്തിൻ്റെ റേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എല്ലാം ഇങ്ങനെ മേടിച്ചിട്ട് ജസ്റ്റ് ചില സാധനങ്ങളുടെയൊക്കെ റേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. 5 സ്ലോട്ടി, അരി, അങ്ങനെ എല്ലാ സാധനങ്ങളും എത്ര രൂപയായി എന്നൊക്കെ അറിയാലോ. ഈ സ്കാനർ ഇങ്ങനെ പലയിടത്തായിട്ട് ഈ ഷോപ്പിനുള്ളിൽ ഉണ്ടാവും. അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ച് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുണ്ട്. ജസ്റ്റ് ക്യൂ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് ബില്ല് നമുക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്യും. ക്യാഷ്, കാർഡ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ടെൻഷനില്ല. അങ്ങനെ ബില്ലിങ്ങൊക്കെ വളരെ സ്മൂത്താണ്. ഒരു ടെൻഷനും വേണ്ട. ആദ്യമായിട്ട് വന്നവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും ആദ്യമായിട്ട് വന്നവർക്ക് ഇത്തിരി പേടിയായിരിക്കും. കാരണം എനിക്ക് ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ബില്ലിങ്ങിൽ എന്താവും എങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ നമ്മൾ അത്രയും കംഫർട്ടായിട്ട് അവർ നമ്മൾ ട്രീറ്റ് ചെയ്യും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പയ്യന്മാർ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഒരു 1/2 മണിക്കൂർ പോസ്റ്റ് വന്നു. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ക്യാബൊക്കെ വിളിച്ച് ക്യാബ് എത്തിയപ്പോഴേക്കും അവരും എത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം. ബൈ ബൈ. And please subscribe my channel, guys.